എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഈ ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ലൈഫിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ചെയ്യും, ഇത് ഞാൻ എങ്ങനെ താങ്ങുമെന്ന് ഒരു പിടുത്തില്ല. നിങ്ങളുടെ ഹൃദയം വല്ലാതെ ഭാരമാകുന്നുണ്ട്. ഫുൾ ടൈം ഇതിനെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഉറക്കം വരുന്നില്ല, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നും വായിക്കാൻ തോന്നുന്നില്ല, ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആകെ ഈ പറഞ്ഞ പോലെ നിങ്ങളല്ലാതായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും. എന്റെ കാര്യം ഇതാണ്, ഈ സാഹചര്യത്തിന് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അയ്യോ ഞാനിത് എങ്ങനെ താങ്ങും, ഇതാണ് നിങ്ങളുടെ ഉള്ളിലെ ചിന്ത. ഇത് താങ്ങാൻ പറ്റില്ല എന്നതാണ് നിങ്ങൾ അടിവരയിട്ട് വിശ്വസിക്കുന്നത്. അത്രമേൽ പ്രിയപ്പെട്ടവരെ, നമുക്കതിനെ ഒന്ന് തിരുത്താം. ഈ സാഹചര്യത്തിൽ ഇത്രയും സങ്കടം വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിഷയം നേരിടുമ്പോൾ, നിങ്ങളുടെ ജീവിതം തീരെയും മുമ്പോട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നിടത്തോളം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, എനിക്കിത് താങ്ങാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം, ഞാനിത് എങ്ങനെ താങ്ങും എന്ന് ആശ്ചര്യപ്പെടുന്നതിന് പകരം, എനിക്കിത് താങ്ങാനാകുന്ന വഴികൾ എന്തൊക്കെയുണ്ട് എന്ന് സ്വയം ചെയ്യണം. പിടിയോ, എനിക്കിത് താങ്ങാൻ പറ്റില്ല എന്ന് നമ്മളോട് പറയുമ്പോൾ അത് നമ്മൾ അടിയറയിട്ട് ഉറപ്പിക്കുകയാണ്, നമുക്ക് താങ്ങാൻ പറ്റില്ല. അതേസമയം ഈ സാഹചര്യത്തിന് ഞാൻ എങ്ങനെ താങ്ങും, എനിക്കിത് എങ്ങനെ താങ്ങാൻ പറ്റും എന്ന് നമ്മളോട് ചോദിച്ചാൽ, നമ്മൾ തന്നെ പതിയെ അതിന്റെ വഴികൾ, മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്ന ചെറിയ സാധനമല്ല, നമുക്ക് തന്നെ അതിൽ നിന്ന് ഊരി വരാൻ പറ്റും.